കൈത്തറി തന്നെയാണ് ടൂറിസം. കൈത്തറിയുടെ നെയ്ത്തും കാര്യങ്ങളും കാണുവാൻ വിദേശികൾക്ക് പോലും അവസരം ഉണ്ടാക്കി കൊടുക്കാമെങ്കിൽ അത് ഏറ്റവും വലിയ ടൂറിസമാണ്. ഇന്തോനേഷ്യയിൽ ബാലി എന്ന സ്ഥലത്ത് പോയാൽ നമ്മൾ കാണുന്ന കാഴ്ച, അവിടെ ബാത്തിക് പെയിന്റിങ്സ് ഉണ്ട്. അവരുടെ പെയിന്റിങ് നല്ല ഷർട്ടിന്റെ പുറത്തും സാരിയുടെ പുറത്തും വരയ്ക്കുന്ന പെയിന്റിങ്. ഈ പെയിന്റ് ചെയ്യുന്നവരെ കാണിച്ചു കൊടുക്കുകയും ഈ പെയിന്റ് ചെയ്ത തുണിത്തരങ്ങൾ അവിടുത്തെ കൈത്തറിയാണ്, അവിടുത്തെ നാടൻ തയ്യൽ രീതികളും പടംവരപ്പും ഒക്കെയാണ്, പെയിന്റിംഗ് ഒക്കെയാണ്. ഇത് കാണിച്ചു കൊടുക്കുന്നത് തന്നെ വലിയൊരു ടൂറിസമാണ്. ടൂറിസത്തിന്റെ വലിയ വണ്ടികൾ, ടൂറിസ്റ്റുകൾ വരുന്ന വലിയ വാഹനങ്ങൾ കൊണ്ട് നിർത്തിയിട്ട് എങ്ങനെയാണ് ഈ തുണി നെയ്യുന്നത്, എങ്ങനെയാണ് ഇതിൽ വർണ്ണങ്ങൾ എഴുതി വരയ്ക്കുന്നത്, ഇതെല്ലാം കാണാൻ നമുക്ക് അവസരമുണ്ട്. അത് ഫോട്ടോ എടുക്കാൻ കാണാം. എന്നിട്ട് ഈ സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള സൗകര്യവും. അപ്പൊ അത്തരം സൗകര്യങ്ങൾ ഒരുക്കാനൊക്കെ പറ്റിയൊരു വലിയ സാധ്യതയുള്ള പഞ്ചായത്ത് എന്ന നിലയിൽ ഈ സെമിനാറിന് വലിയൊരു പ്രാധാന്യമുണ്ട്. നിങ്ങളിൽ ഓരോരുത്തരുടെയും മനസ്സിൽ ഉദിക്കുന്ന ചെറിയ ചെറിയ ആശയങ്ങൾ, ആ ആശയങ്ങളെ വിപുലപ്പെടുത്തിയെടുത്താൽ വലിയ ആശയങ്ങൾ ഉണ്ടാകും. ജനാധിപത്യത്തിൽ മഹാത്മജി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജ്, അതായത് ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന സാധാരണക്കാരന്റെ മനസ്സിലൊരുക്കുന്ന ആശയങ്ങളെ അവതരിപ്പിക്കാനും അത് ഭരണ സംവിധാനങ്ങളിലൂടെ ഈ രാജ്യത്ത് നടപ്പിലാക്കി സഹജീവികൾക്ക് പുരോഗതി ഉണ്ടാക്കാനുമുള്ള ഒരു ആശയമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ മഹാത്മജി വിഭാവനം ചെയ്തു. ആ ആശയങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ കേരളത്തിൽ കഴിഞ്ഞു ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലൂടെ പഞ്ചായത്തുകൾക്ക് കൂടുതൽ അധികാരം നൽകിക്കൊണ്ട് അവിടെ ഗ്രാമസഭകൾ ചേർന്നും ജനങ്ങളുടെ ആവശ്യങ്ങൾ പറയുവാനും കേൾക്കുവാനും അത് നടപ്പിലാക്കാനും അവസരം നൽകുന്ന വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ് എന്ന് നമ്മൾ അറിയാം. മറ്റ് സംസ്ഥാനങ്ങൾ ഈ പാത പിന്തുടരാൻ ആഗ്രഹിക്കുന്നതല്ലാതെ ആർക്കും ഇതിനൊപ്പം എത്താൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ വളരെ ജനകീയമായി നമ്മുടെ ഈ ഒരു കൂട്ടായ്മ തന്നെ ഇനിയുള്ള കാലത്ത് ഈ പഞ്ചായത്തിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാകണം എന്ന് ആശയങ്ങൾ പറയാനാണ്. ഞാനെപ്പോഴും പറയാറുണ്ട് ഓരോ ആശയങ്ങൾ. ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ എന്നോടൊപ്പം ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരാൾ, അപ്പൊ അദ്ദേഹം ആരാണ്, എന്താണ്, അത് പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും ഞാൻ ചോദിക്കും എന്ത് ചെയ്യുന്നു, എങ്ങനെയാണ്. അപ്പൊ എനിക്കറിയാത്ത പല കാര്യങ്ങളും അവരിൽ നിന്ന് കിട്ടും. അവരോട് സംസാരിക്കുമ്പോൾ ചില ആശയങ്ങളുടെ ചില സ്പാർക്ക് കിട്ടും. ഈ ആശയങ്ങളെ ഒന്ന് തേച്ചു മിനിക്കിയാൽ നമ്മൾ അത്ഭുതപ്പെടുന്ന ചില ആശയങ്ങൾ കിട്ടും. അപ്പൊ ആൾക്കാർക്ക് ഗണേഷ് കുമാർ ഭയങ്കര ബുദ്ധിമാനാണ്, അങ്ങനെ എന്റെ ബുദ്ധി ഇത്രയേ ഉള്ളൂ, അടുത്തിരിക്കുന്ന ആളെ പറയുന്ന കേട്ട് മനസ്സിലാക്കി അതേ ഒന്ന് തേച്ച് മിനിക്കി അങ്ങെടുക്കും. ഞാനും സുമേഷും കൂടെ നിയമസഭയിൽ ചോദ്യം ചോദിക്കുമ്പോൾ ചോദിച്ചത്, സുമേഷിനോട് ചോദിച്ചു, ജനങ്ങൾക്ക് വേണ്ടി KSRTC, ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കും, ജനങ്ങൾക്ക് വേണ്ടി KSRTC എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. ഞാൻ അതിന് മറുപടിയായി പറഞ്ഞത്, കേരളത്തിലെ ക്യാൻസർ രോഗികൾക്ക് അവർ താമസിക്കുന്ന സ്ഥലത്തു നിന്നും അവർ ചികിത്സിക്കുന്ന ആശുപത്രിയിലേക്ക് സൂപ്പർ ഫാസ്റ്റ് പോലുള്ള എല്ലാ ബസ്സുകളും താഴോട്ട് സൗജന്യമായി പോകാനുള്ള സൗകര്യം ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഇനിയും ഉണ്ടൊരാശയം ഞാൻ ഈ വികസന സഭയിൽ പറയുകയാണ്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഈ ഇടതുപക്ഷ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ധാരാളം തൊഴിലവസരങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംരംഭങ്ങൾ തന്നെ, നമുക്ക് ഈ പഞ്ചായത്ത് തന്നെ എത്ര പുതിയ സംരംഭം തുടങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്വകാര്യ സംരംഭകരെ പ്രോത്സാഹിപ്പിച്ചു. ഇവിടെ പഞ്ചായത്തിലെ തുടങ്ങുന്ന ചെറിയ ചെറിയ സ്ഥാപനങ്ങളിൽ പോലും ഒരു പലരും കളിയാക്കി പറയണ്ട, എന്താണ് അവിടെ ഒരു ചെറുപ്പക്കാരന് ഫാസ്റ്റ് ഫുഡ് തുടങ്ങി, അവിടെയും രണ്ടുപേർക്ക് തൊഴിലുണ്ടെന്നാണ്. തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന രണ്ടുപേർക്ക് അവിടെ ജോലിയുണ്ട്. ഇവിടെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കേരളത്തിൽ തൊഴിലുണ്ട്. നമുക്ക് ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ആൾക്കാരെ കൊണ്ട് ജോലി ചെയ്യുന്നത്. അതിവിടെ ജോലി ചെയ്യാതെ മടി പിടിച്ചിരിക്കുന്ന ചില ആളുകൾ ചില വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. അതൊഴിച്ചാൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരു പുരുഷനും ഒരു സ്ത്രീക്കും അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കും അവരുടെ കഴിവിനും അനുസരിച്ച് ഒരു ജോലി കണ്ടെത്താനും ചെയ്യാനും ഉള്ള ഒരു സൗകര്യം ഇന്നിവിടെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ പണ്ട് കേട്ട് തൊഴിൽ അല്ലെങ്കിൽ ജയിൽ എന്ന് പറഞ്ഞ സമരം ചെയ്തവരാണ് നമ്മൾ. ഇന്ന് തൊഴിലില്ലായ്മ വിഷയമല്ല. ഞാൻ തന്നെ ഇന്നലെ ഒരു ആശയം പറഞ്ഞു, KSRTC ഒരു തൊഴിലവസരം സൃഷ്ടിക്കാൻ പോവുകയാണ്. KSRTC പുറത്തൊട്ടിക്കുന്ന പരസ്യം, ഈ പരസ്യം ക്യാൻവാസ് ചെയ്യാൻ ഇനി സാധാരണക്കാരായ ജനങ്ങൾക്ക് അവസരം കൊടുക്കണം. അപ്പം 1,00,000 രൂപ പരസ്യം പിടിച്ചുകൊണ്ട് വന്നാൽ 15,000 രൂപ കമ്മീഷനായിട്ട് കൈ കിട്ടും. അപ്പൊ എങ്ങനെ നോക്കിയാലും ഒരു യുവാവിനോ ഒരു യുവതിക്കോ ഒരു പ്രായമുള്ള ആളിനോ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയായ പഞ്ചായത്ത് മെമ്പർക്ക് പോലും വേണമെങ്കിൽ പരസ്യം പിടിച്ചു കൊടുത്തേച്ച് 1,00,000 രൂപ വരെ ഒരു മാസം വരുമാനം ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ പല സാധ്യതകളാണ്. ആ സാധ്യതകളെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ജനങ്ങൾ മുമ്പിൽ തുറന്നു വെച്ചു. ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്തണം. അല്ല ഞാൻ വീട്ടിലിരുന്നാൽ എന്നെ ആരും ജോലിയെ കൊണ്ട് വീട്ടിൽ വരുന്നില്ല. അപ്പൊ ആ സാധ്യതകൾ ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. പഞ്ചായത്ത് തലത്തിൽ നടക്കുന്ന ചർച്ചകളിൽ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ചെറിയ ചെറിയ ആശയങ്ങൾ അത് കൃത്യമായി അതിനെ പഞ്ചായത്തിൽ ചർച്ച ചെയ്ത് അവർക്ക് വലിയ വലിയ ആശയങ്ങളാക്കി മാറ്റാൻ കഴിയും. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ പ്രിയപ്പെട്ട സുമേഷ് എന്നെ ട്രാഫിക് പരിഷ്കരണം കാണിച്ചു. അപ്പൊ അദ്ദേഹം ട്രാഫിക് പരിഷ്കരണം നടത്തുമ്പോൾ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ പിന്തുണയും കൊടുത്തു. പഞ്ചായത്തിലെ ഇക്കാര്യത്തിൽ MLA ഒരു നല്ല ആശയം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ആശയം പറയുമ്പോൾ വ്യാപാരികൾ അവിടെ ചില ആളുകൾ അവർക്കൊക്കെ ചില എതിർപ്പുകൾ ഉണ്ടാകും. പക്ഷെ ആ എതിർപ്പുകളല്ല പ്രശ്നം. കാരണം അതിനെ അതിജീവിക്കാം. മണിക്കൂറുകളോളം അവിടെ വണ്ടികൾ കുടുങ്ങിക്കിടന്ന് യാത്രക്കാരുടെ ബുദ്ധിമുട്ട് മാത്രമല്ല, ആ വണ്ടികളിൽ നിന്ന് വഹിക്കുന്ന പുറമോട്ട് വമിക്കുന്ന പുക
പുക. ആ പുക ശ്വസിക്കുമ്പോൾ ചുറ്റുപാടും താമസിക്കുന്നവർക്കും ഈ പറയുന്ന വ്യാപാരികൾക്കും എല്ലാം തന്നെ ശ്വാസകോശത്തിന് കുഴപ്പമുണ്ട്. വിഷമാണല്ലോ വലിച്ചു കയറ്റുന്നത്. എത്രയും പെട്ടെന്ന് ഈ വിഷമം പോയാൽ നമുക്ക് സൗകര്യമുണ്ട്. ഈ കുടുങ്ങിക്കിടക്കുമ്പോൾ ഡീസൽ നഷ്ടപ്പെടും. ഈ ദേശത്തിന് നഷ്ടമാണ്. ഇരിക്കുന്ന ആളുകളുടെ സമയം വിലപ്പെട്ടതാണ്. വണ്ടിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സമയം, അവിടെ ഉണ്ടാകുന്ന പൊല്യൂഷൻ അത് അതിനേക്കാളും മോശമാണ്. പ്ലാസ്റ്റിക് കുപ്പിയിൽ വെള്ളം വെച്ച് എനിക്കൊരു വിഷമല്ല. കാരണം ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ മാധ്യമങ്ങളോട് പറഞ്ഞ് പ്ലാസ്റ്റിക് കുപ്പി മുറുക്കാനുള്ള മുമ്പിൽ വെച്ചാൽ വേരുള്ളൂ. അത് ചൂടടിച്ചു കഴിഞ്ഞാൽ അത് പോയിസണാണ്. അത് കുടിച്ചാൽ ക്യാൻസർ വരും. എനിക്ക് മഹാന്മാർ പറയുന്നത് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ ചൂടുവെള്ളം കുടിക്കണ്ട, വലിയ വെള്ളം കുടി, പ്ലാസ്റ്റിക് വലിയ വെള്ളം കുടിക്കണ്ട എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതിന് വേറെ അപകടമൊന്നുമില്ല. ഇടുന്ന പെട്ടി കൂടെ വെച്ചിട്ടുണ്ട്, ഡിവൈഎഫ്ഐയാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ രാഷ്ട്രീയ പാർട്ടികളും യുവജന സംഘടനകളും ഒക്കെ ഈ ഒരു ഡ്രൈവിന് മുന്നോട്ട് വരുമ്പോൾ പഞ്ചായത്ത് മാലിന്യം സംസ്കരിക്കണം. പഞ്ചായത്ത് സംസ്കരിക്കാൻ സ്ഥലമില്ല. എന്തിന് നമ്മുടെ നാട്ടിലെ ഒരു ശ്മശാനം ഉണ്ടാക്കാൻ സമ്മതിക്കണം. ഒരു ശ്മശാനം ഉണ്ടാക്കാൻ ഈ പാവപ്പെട്ട പട്ടികജാതിപ്പെട്ടവർ ഇവർ താമസിക്കുന്ന ചെറിയ ചെറിയ നഗരങ്ങളിൽ, ആ നഗരന്റെ ഉള്ളിൽ 1 സെന്റ് 2 സെന്റ് ഭൂമിയിൽ കുടി വെച്ച് താമസിക്കുന്നവർ അച്ഛനോ അമ്മയും മരിച്ചാൽ വീടിന്റെ തൊട്ട് മുമ്പിൽ കുഴിച്ചിടേണ്ട കാര്യങ്ങളാണ്. അപ്പൊ പട്ടികജാതികളുടെ ആചാരമനുസരിച്ച് ഹിന്ദു ആചാരപ്രകാരം ദഹിപ്പിക്കണമെന്നാണ്. അപ്പൊ ദഹിപ്പിക്കാനുള്ള ശ്മശാനം സ്ഥാപിക്കാൻ സമ്മതിക്കാത്ത നിലയിൽ